അങ്ങനെ കോൺഗ്രസിനാകെ തലവേദനയായിരിക്കുകയാണ് ഇപ്പോൾ കെ സുധാകരന്റെ നീക്കങ്ങളൊക്കെ തന്നെയും. കണ്ണൂർ സീറ്റിന് വേണ്ടി അതൃപ്തി പരസ്യമാക്കിയ കെ സുധാകരനെ ഇപ്പോൾ അനുനയിപ്പിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി കെ സുധാകരൻ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയേക്കും. മുതിർന്ന നേതാക്കൾ കെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്കിടെ അതിവൈകാരിക കുറിപ്പുമായിട്ടായിരുന്നു കെ സുധാകരൻ ഇന്ന് രംഗത്തെത്തിയത്. നിലവിലെ കണ്ണൂർ എം പി കെ സുധാകരൻ തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയപ്പോൾ ഹൈക്കമാൻഡ് എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം അറിയിച്ചു. ഒപ്പം സുധാകരൻ പറയുന്നയാളെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നും വ്യക്തമാക്കി. എന്നാൽ വലിയ അതൃപ്തി ഇതിൽ സുധാകരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ വീട്ടിലെത്തിയ സുധാകരൻ ഒരു വൈകാരിക കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കണ്ണൂർ എൻ്റെ ഹൃദയഭൂമിയാണ്. ഒപ്പം തന്നെ കണ്ണൂരിൽ CPM-ഉമായി പടവെട്ടി പാർട്ടിയെ മുന്നോട്ട് നയിച്ച് തനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല. പക്ഷേ ചില നേതാക്കൾക്ക് അതൊക്കെ മറക്കാൻ കഴിയുമായിരിക്കും എന്നതാണ് സുധാകരൻ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം വലിയ അളവിൽ അണികളടക്കം സുധാകരന്റെ വീട്ടിലേക്ക് എത്തുകയും സുധാകരനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വികാരമായ നേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരിക്കും, അതിന്റെ സംശയമില്ല കാര്യത്തിൽ. കെ സുധാകരൻ അന്നും ഇന്നും എന്നും കോൺഗ്രസ് ആണ്. CPM ബോംബുമായി വാളുമായി വഴി നീളെ നിൽക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പിന്നിൽ നിർത്തി മുന്നിൽ നിന്ന കേസിനെ ഒരു അപമാനിക്കുന്ന രീതിയിലേക്ക് നേതൃത്വം പോകുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. എന്നാൽ കെ സുധാകരന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നതായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. കെ സുധാകരൻ കണ്ണൂരിലെ സ്ട്രോങ്സ്റ്റ് ലീഡറാണ്. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. എന്നോടത്ത് പറഞ്ഞ പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ച ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ് തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് സുധാകരൻ എന്റെയും നേതാവാണ്. ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം സുധാകരനെ അനുനയിപ്പിക്കാൻ ഇടപെടൽ നടത്തിയത്. സുധാകരനെ വിളിച്ച് ഡൽഹിയിലേക്ക് വരണമെന്ന് അറിയിച്ചു. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ചയായിരിക്കും സുധാകരൻ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുക. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഇപ്പോഴും സുധാകരൻ സമ്മർദ്ദതന്ത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതിനോട് ഏത് രീതിയിലായിരിക്കും ഹൈക്കമാൻഡ് പ്രതികരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.